The team is ready now. നല്ല വ്യക്തിത്വം, സുഹൃത്ത് ബന്ധങ്ങൾ, ദാമ്പത്യം, കുടുംബം, ഈശ്വര വിശ്വാസം ഇവയൊക്കെയാണ് കെട്ടുറപ്പുള്ള ഒരു ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം. ഒരു യഥാർത്ഥ ജീവിത കഥയെ ആസ്പദമാക്കി നിങ്ങൾക്കായി സമർപ്പിക്കുന്നു നിയോഗം. അച്ഛൻ്റെ നീ എവിടെയാ? വീടെത്തി മോനെ. ഓള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ വെയിറ്റിംഗ് കളിയാ. ഡോറൊക്കെ ഓപ്പൺ ആളിയാ. അടിച്ചു കേറി വാ. ചൂച്ചോ ഇവിടെ തല്ലുകൂടാ. റൂമിലും വെറുതെ ടാബ് എടുത്ത് വെച്ച് കളിക്കും. വെറുതെ ഡിസ്റ്റർബ് ആക്കില്ല. മനസ്സിലായി? ഓ എന്റെ പൊന്നളിയ പണിയെടുത്ത് നടുകൊടുങ്ങി. ചീട്ടെന്തിയെ ടൂളില്ല, ഞാൻ വരുവാടാ. അല്ല നമ്മള് കളിക്കുന്നതൊക്കെ വെറുതെയാ. എപ്പോഴും അനീഷിനാണല്ലോ പെരിശ്. ഇതിനകത്തൊരു സംശയമുണ്ടോ? ഇത് ഞാൻ തന്നെ അടിക്കും, ഉറപ്പല്ലേ? എരിശൊക്കെ അന്വേഷണമായിരിക്കും. പക്ഷെ ഇപ്രാവശ്യത്തെ ഭാഗ്യം കിടക്കണത് എനിക്കാ. അടിച്ചു മോനെ. ഓപ്പൺ അടിയോ? മൂടിന്റെ ഭാഗ്യമാണോടെ നിനക്ക്? ഓ പിന്നെ ഭാഗ്യം തേങ്ങാക്കൊല. ഇവിടെ 10-15 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് നാട്ടിലൊരു വീടും വാങ്ങി അവിടെ കയറി താമസിക്കാന്ന് വെച്ചപ്പോ ആ പരിപാടി നടന്നില്ല. എന്നാ പിന്നെ സ്വന്തമായിട്ട് വീടൊക്കെ മേടിച്ച് ഇവിടെ വന്ന് സെറ്റിൽ ആവുന്ന വെച്ചാൽ കുട്ടിയും പറിച്ചുകൊണ്ട് അവിടെ ഇങ്ങോട്ട് വന്നു. എന്നിട്ട് എന്താണ് ആ നാട്ടിലെ വീട് വിൽക്കാനും പറ്റുന്നില്ല, ഇവിടെ വിട്ട് വാങ്ങാനും പറ്റുന്നില്ല. നമുക്കെന്നും ഈ ഫ്ലാറ്റിൽ കിടന്ന് വാടകയ്ക്ക് ഓടാൻ തന്നെയാണ് യോഗം. ഭാഗ്യം, എന്തോന്നു ഭാഗ്യം. അതൊക്കെ പോട്ടളിയാ. നമുക്ക് ഇഷ്ടമുള്ള പരിപാടി അതിനെ കുറിച്ച് പറയാം. ഓ നമുക്ക് എന്ന് ഈസ്റ്റർ. അളയെ തന്നെ പിടിച്ചേ. നമ്മൾ ഈസ്റ്റർ പൊളിക്കും. എടാ ജയിനെ പോലെ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങളോട്. നമുക്ക് ഈ പ്രാവശ്യം 50 നോമ്പ് എടുത്താലോ? ഞാനത് സ്മൃതിയായിട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നു കാര്യം. 50 നോമ്പോ? ഒന്ന് വെക്കടാ. എന്റെ അളിയ 50 നോമ്പോ? ഈ 36ാമത്തെ വയസ്സിലിടയ്ക്ക് ഓർമ്മ വെച്ചതിന് ശേഷം ഇതുവരെ കുമ്പസാരിക്കാനും നോമ്പെടുക്കാനും ഞാൻ പോയിട്ടില്ല. പെണ്ണുമ്പിള്ള കിടന്ന് അലമ്പുണ്ടാക്കുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ പിള്ളേര് കുമ്പസാരിക്കാൻ കൊണ്ടുപോയിട്ടിട്ട് ഞാൻ നൈസായിട്ട് പിന്നെയാണ് ഞാൻ ഈ സമയത്ത് ഇനി 50 നോമ്പെടുക്കാൻ. ഇത് പോയിക്കടാ. ഇടയിൽ പകുതിയാക്കാൻ പറ്റുമോ? എടാ എന്നും ഇതുപോലെയൊക്കെ തന്നെ മതിയോടെ. നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ? ആ ചെമ്മാച്ചന്റെ ആഗ്രഹമല്ലേ, നമുക്ക് നോക്കി നോക്കാം. അളിയ നോക്കൊക്കെ ചെയ്യാം. എവിടം വരെ പോകുന്ന എനിക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ഓ വിളി വന്ന്. ഇന്നെങ്കിലും കുറച്ച് മുന്നെത്തോ? ഓ വരുന്നു. ആ എന്നാ ഞാൻ ഓർഡർ അല്ലെങ്കിൽ ആ സീന. എന്നാ ഞാൻ പറഞ്ഞോളാം. ഇപ്പൊ അല്ല തന്നെ നമ്മുടെ വിളി പോയി. അങ്ങനെ സ്വന്തം ജീവിതശൈലിയിൽ മാറ്റം വരുത്തി മറ്റു തിരക്കുകളെയും ആഘോഷങ്ങളെയും എല്ലാം മാറ്റിവെച്ച്
ആ 3 കുടുംബങ്ങൾ യേശുക്രിസ്തുവിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിക്കുകയും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ജപമാല അർപ്പിച്ചും നോമ്പ് നോറ്റും പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുകയും ക്രിസ്തീയ മൂല്യങ്ങളെയും വിശ്വാസത്തെയും മുറുകെ പിടിച്ച് പ്രാർത്ഥനാധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ഇവിടെ നിശ്ചയമെടുക്കുകയും ചെയ്തു. അങ്ങനെ 1000 ദിവസങ്ങൾ കഴിഞ്ഞു കിട്ടി. അതെന്താ ജയന അങ്ങനെ പറഞ്ഞേ? ജയന് ഒരു വീടൊക്കെ മേടിക്കാൻ നോക്കുന്നില്ലേ? ഇപ്രാവശ്യം നോയമ്പൊക്കെ എടുത്ത് ഒരു നിയോഗം വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. മാതാവിന്റെ കൃപ ഉറപ്പായിട്ടും കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടീ, കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് പലതരത്തിലുള്ള കൂട്ടുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കള്ളു കുടിക്കാനും കോക്ടെയിൽ ഉണ്ടാക്കാനും ആർമാദിക്കാനൊക്കെ വിളിച്ചോണ്ട് പോകാൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ട്. ഇത് ആദ്യമായിട്ടാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി നോയമ്പെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാരെ ഞാൻ കാണുന്നത്. അതിലേതായാലും എനിക്ക് ഭയങ്കര സമാധാനമുണ്ട്. എന്തു പറ്റിയാവും ഇതിനൊക്കെ സമ്മതിക്കാനായിട്ട്? എവിടെ വരെ പോവാം? എന്റെ ആൻസി, ചായന്റെ കാര്യത്തിന്റെ കാട്ടും കഷ്ടം. എനിക്ക് ഒരിക്കലും കുടുംബ പ്രാർത്ഥനയ്ക്ക് ചാന കിട്ടാറില്ല. എന്തെങ്കിലും കാര്യം പറഞ്ഞ ആളുമില്ല. അതെ, വന്നേ നാളത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം ബാക്കി സംസാരിക്കാം. എല്ലാവർക്കും സ്കൂളുള്ളതല്ലേ, ഞങ്ങൾ പോട്ടറാ. ഓ, പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല, അതാ ഞങ്ങൾ പോയേക്കുവാണ്. ശരി. എടാ എന്നാ ശരിയടാ, ഞങ്ങൾ ഇറങ്ങുമോ? നാളെ രാവിലെ എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ഉണ്ട്. ഓക്കേടാ. ജീവിതത്തിൽ നാളെയെക്കുറിച്ചുള്ള നല്ല പ്രതീക്ഷകളാണ് എന്നും നമ്മളെ മുമ്പോട്ട് നയിക്കുന്നതും ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്. ദൈവവിശ്വാസവും പ്രാർത്ഥനയും ക്രിസ്തീയ കുടുംബജീവിതത്തിൽ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ നിയോഗത്തെ പരിശുദ്ധ അമ്മയിൽ അർപ്പിച്ച് ആ 3 കുടുംബങ്ങൾ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും 50 നോമ്പ് പൂർത്തിയാക്കുകയും ചെയ്തു. Hello. Hi, this is Mark calling from the estate agents. I'm speaking to Jane. Yes. Hi Jane, congratulations. I have some good news for you. So all the transfer process has been completed and the keys are now ready for collection. Wow. Thank God. Thank you for the good news. ആളെ അടിപൊളി. എടാ ജയന, ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നോട് അപ്പോഴേ പറഞ്ഞതല്ലേ, നമ്മൾ നോയമ്പെടുത്ത് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. ഇപ്പൊ നിനക്ക് നല്ലൊരു ഗുഡ് ന്യൂസല്ലേ ഉണ്ടാക്കുന്നത്. നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചു, നിയോഗം വെച്ചു, നമുക്ക് നല്ലൊരു ഫലം കിട്ടും. ഇനി ഇതിൽ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. കൂട്ടുകെട്ടുകൾ നന്നായാൽ കുടുംബവും നന്നാവും എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നാം ഇപ്പോൾ കണ്ടത്. നാം ഇന്ന് ചെയ്യുന്നത് എന്താണോ അതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുന്നത്. നാളെ അത് തന്നെയാണ് അവർ അവരുടെ ജീവിതത്തിൽ മാതൃകയാക്കുന്നത്. നിയോഗം വെച്ച് നോമ്പ് നോക്കി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ അസാധ്യമായി ഒന്നുമില്ല. അങ്ങനെ പ്രാർത്ഥനാധിഷ്ഠിതമായ ജീവിതത്തിലൂടെ നമുക്ക് വരും തലമുറയ്ക്ക് മാതൃകയായി